പോളിടെക്നിക് ലെക്ചർ കേരള PSC ഡേറ്റാബേസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 100ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിന് ഉപകാരം ഉണ്ടാകും. നിങ്ങളുടെ ഡേറ്റാബേസിൻ്റെ ഇത് റിവൈസ് ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിക്കാതെ നിങ്ങൾ പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഈ ചാനൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ തന്നെ വേറൊരു ചാനലുണ്ട്, ക്രാക്ക് എക്സാം ഈസിലി എന്ന് പറഞ്ഞ ചാനൽ. ആ ചാനലിലാണെങ്കിൽ കേരള PSCയുടെ ജനറൽ ടോപ്പിക്കുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ട് നോക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോളിടെക്നിക് ലെക്ചറിന് ഡേറ്റാബേസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ഡേറ്റാബേസിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. റിലേഷണൽ മോഡൽ എന്ന് അറിയാലോ, ടേബിൾ ബേസ്ഡ് ആയിരിക്കും. കാർഡിനാലിറ്റി ഈസ് ടേംഡ് ആസ് നമ്പർ ഓഫ് ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു റിലേഷണൽ മോഡലിനെ ഒരു ടേബിളായിട്ട് കൺസിഡർ ചെയ്താൽ എന്താണ് ടപ്പിൾ എന്തായിരിക്കും? ഓരോ ഇത് അല്ലേ, ഓരോ റോയിനെയാണ് ടപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ടപ്പിൾ ബേസ്ഡ് ആണ്. റിലേഷണൽ കാൽക്കുലസ് ഈസ് നോൺ പ്രൊസീജിയർ ലാംഗ്വേജ്. പ്രൊസീജിയർ ലാംഗ്വേജും നോൺ പ്രൊസീജിയർ ലാംഗ്വേജസും ഉണ്ട്. അപ്പോൾ നോൺ പ്രൊസീജിയർ ലാംഗ്വേജ് ആണ് റിലേഷണൽ കാൽക്കുലസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ വ്യൂ ഓഫ് ടോട്ടൽ ഡേറ്റാബേസ് കണ്ടന്റ് ഈസ്. എന്താണ് ഡേറ്റാബേസിൻ്റെ ടോട്ടൽ വ്യൂവിനെ എന്തെന്ന് പറയും? കൺസെപ്ച്വൽ വ്യൂ. എന്തെന്ന് പറയും? കൺസെപ്ച്വൽ വ്യൂ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇൻ റിലേഷണൽ ഓൾജിബ്ര. എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇൻ റിലേഷണൽ ഓൾജിബ്ര ഈസ് എ ബൈനറി ഓപ്പറേറ്റർ. ബൈനറി ഓപ്പറേറ്റർ ആണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇൻ റിലേഷണൽ ഓൾജിബ്ര ഈസ് എ ബൈനറി ഓപ്പറേറ്റർ. DML എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റാബേസ് മാനിപ്പുലേഷൻ ലാംഗ്വേജ് അല്ലേ. നമുക്ക് പല ടൈപ്പിലുള്ള DDL ഉണ്ട്, DML ഉണ്ട്, DCL ഉണ്ട്. അങ്ങനെ ഡേറ്റ മാനിപ്പുലേഷന്, ഡേറ്റ കൺട്രോളിന് ഒക്കെ കുറേ ലാംഗ്വേജസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുവാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാ? AS ക്ലോസ് ആസ്, അതായത് ആസ് നമ്മുടെ SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. SQL എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ക്വറീസ് കൊടുത്ത് ഡേറ്റാബേസിൽ നിന്ന് ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് നമ്മൾ SQL ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ആസ് എന്ന ക്ലോസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആസ് എന്ന ക്ലോസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? റീനെയിം ചെയ്യാനാണ്. എന്താണ്? റീനെയിം ചെയ്യാനാണ്. അതായത് എന്തെങ്കിലും ഒരു ഇത് റീനെയിം ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആസ് എന്ന ക്ലോസ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ODBC സ്റ്റാൻഡ് ഫോർ ഓപ്പൺ ഡേറ്റാബേസ് കണക്ടിവിറ്റി. എന്താണ്? ഓപ്പൺ ഡേറ്റാബേസ് കണക്ടിവിറ്റി ആണ് ODBC. ഇനി ആർക്കിടെക്ചർ ഓഫ് ഡേറ്റാബേസ് ക്യാൻ ബി വ്യൂഡ് ആസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആർക്കിടെക്ചർ എത്ര ലെവലായിട്ടാണ്? 3 ലെവൽസ് ആണ്. ആർക്കിടെക്ചർ ഓഫ് ഡേറ്റാബേസ് 3 ലെവലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റിലേഷണൽ മോഡൽ റിലേഷൻസ് ആർ ടേംഡ് ആസ് ടേബിൾസ്. റിലേഷണൽ മോഡലിൽ റിലേഷൻസ് എങ്ങനെയാണ് ടേം ചെയ്തിരിക്കുന്നത്? ടേബിൾസ് ആയിട്ടാണ് അല്ലേ. ഒരു ടേബിളിലാണ് നമ്മൾ ഒരു റിലേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെയും പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്താലോ? അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചത്? റിലേഷണൽ മോഡൽസിൽ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടപ്പിൾസ് ആണ്. റിലേഷണൽ മോഡലിലെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടപ്പിൾസ് ആണ്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിലേഷണൽ കാൽക്കുലസ് ഈസ് നോൺ പ്രൊസീജിയർ ലാംഗ്വേജ്. കാൽക്കുലസ് എന്താണ്? നോൺ പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണ്. അതായത് പ്രൊസീജിയറൽ ലാംഗ്വേജ് നോൺ പ്രൊസീജിയറൽ ലാംഗ്വേജ് ഉണ്ടല്ലോ. അപ്പോൾ റിലേഷണൽ കാൽക്കുലസ് എന്താണ്? നോൺ പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദ വ്യൂ ഓഫ് ടോട്ടൽ ഡേറ്റാബേസ് കണ്ടന്റ് ഈസ് കൺസെപ്ച്വൽ വ്യൂ. എന്താണ്? ടോട്ടൽ ഡേറ്റാബേസ് കണ്ടന്റിൻ്റെ വ്യൂവിനെ എന്തെന്നാണ് പറയുന്നത്? കൺസെപ്ച്വൽ വ്യൂ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇൻ റിലേഷണൽ ആൾജിബ്ര ഈസ് ബൈനറി ഓപ്പറേറ്റർ. DML എന്ന ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. എന്ത്? DML is a data manipulation language. എന്തിനാണ് അത് തന്നിരിക്കുന്നത്? ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനാണ്. ഡേറ്റാബേസ് മാനിപ്പുലേറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനാണ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ആസ് എന്ന ക്ലോസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആസ് എന്ന ക്ലോസ് ഡേറ്റാബേസിൽ റീനെയിമിങ്ങിനാണ് നമ്മൾ ആസ് എന്ന ക്ലോസ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ്? ODBC എന്താണ്? ഓപ്പൺ ഡേറ്റാബേസ് കണക്ടിവിറ്റി. ആർക്കിടെക്ചർ ഓഫ് ഡേറ്റാബേസ് ക്യാൻ ബി വ്യൂഡ് ആസ് 3 ലെവൽസ്. എത്ര ലെവലാണ്? 3 ലെവൽസ്. റിലേഷണൽ മോഡൽ ഇൻ റിലേഷൻസ് ആർ ടേംഡ് ആസ്. എന്താണ്? റിലേഷണൽ മോഡൽ എന്താണ് ടേം ചെയ്തിരിക്കുന്നത്? ടപ്പിൾസ് ആയിട്ടാണ്. ടപ്പിൾസ് അല്ല, ടേബിൾസ്. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ആർക്കിടെക്ചർ ഓഫ് ഡേറ്റാബേസ് സിസ്റ്റം എക്സ്റ്റേണൽ ലെവൽ എന്താണ്? വ്യൂ ലെവൽ. ഇനി an entity set that does not have sufficient attribute to form primary key is weak entity set. അല്ലേ? പ്രൈമറി കീ ഫോം ചെയ്യാൻ പറ്റാത്തത് എന്തെന്ന് പറയുന്നു? വീക്ക് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നു. ഇൻ ഹെറാർക്കിയൽ മോഡൽ റെക്കോർഡ്സ് ആർ ഓർഗനൈസ്ഡ് ആസ്. റെക്കോർഡ്സ് എങ്ങനെയാണ്? ട്രീ സ്ട്രക്ചർ ആയിട്ടാണ്. ഈ എൻറ്റിറ്റി റിലേഷൻ ER ഡയഗ്രാം in an ER diagram attributes are represented by ellipse. ER diagram ഓർമ്മയുണ്ടല്ലോ അല്ലേ? എലിപ്സ് ആയിട്ടാണ് ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി ദ പ്രൈമറി കീ മേ ബി. പ്രൈമറി കീ എന്തായിരിക്കണം? നോട്ട് നൾ ആവാൻ പറ്റില്ല അല്ലേ? നള്ളാവാൻ പറ്റുമോ പ്രൈമറി കീക്ക്? ഇല്ല, പ്രൈമറി കീ നള്ളാവാൻ പാടില്ല. ഇൻ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് ആ ഓപ്പറേറ്റർ P2 ഇസ് ഇക്വലൻറ്റ് ടു എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ഓപ്ഷനാണ്. P1 യൂണിയൻ P2, നോട്ട് P1 യൂണിയൻ P2 ആണ് ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ്. ലോജിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഇനി ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ദ ആപ്ലിക്കേഷൻ program to request data from DBMS is referred. അതായത് എന്താണ് ക്വസ്റ്റ്യൻ? ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ടു റിക്വസ്റ്റ് ഡേറ്റ ഫ്രം ദ ഡേറ്റാബേസ് ഈസ് റെഫേർഡ്. നമ്മൾ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് അതിനെന്തെന്ന് പറയുന്നു? ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് വെച്ചിട്ടാണ് അല്ലേ? അതെ, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റാസ് റിട്രീവ് ചെയ്യുന്നത്. എ ലോജിക്കൽ സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ എൻറ്റയർ ഡേറ്റാബേസിൻ്റെ ഡേറ്റാബേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോജിക്കൽ സ്കീമ എന്ന് പറയുന്നത്. റിലേറ്റഡ് ഫീൽഡ്സ് ഇൻ ദ ഡേറ്റാബേസ് ആർ ഗ്രൂപ്പ്ഡ് ടു ഫോം എന്താണ്? ബി ഡേറ്റ റെക്കോർഡ്സ്. Related data fields in a database are grouped to form a data record. A record is the collection of relational fields. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ. ഡേറ്റാബേസ് എൻവയൺമെൻറ്റ് ഹാസ് ഓൾ ഓഫ് ദ ഫോളോയിങ് കമ്പോണൻറ്റ് എക്സെപ്റ്റ്. ഡേറ്റാബേസ് എൻവയൺമെൻറ്റിന് എന്തൊക്കെയുണ്ട്? യൂസർ ഒഴിച്ച് ബാക്കിയല്ല എന്ന്. ഡേറ്റാബേസ് ഉണ്ട്, ഫയൽസ് ഉണ്ട്, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് 11ാമത്തെ തൊട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ആർക്കിടെക്ചറൽ
Architecture of database system external view is view level. Entity set that does not have sufficient attribute to form a primary key is a weak entity set. Hierarchical model records are organized as tree. Hierarchical model record എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ട്രീ ആണ്. ഡയഗ്രാംസിൽ ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? എലിപ്സ് വെച്ചിട്ടാണ്. ഇനി എന്താണ് പ്രൈമറി കീ? എന്താവാൻ പാടില്ല? നള്ളാവാൻ പാടില്ല. ഇനി ടപ്പിൾസ് റിലേഷൻ കാൽക്കുലസിൽ P1 ആ ഓപ്പറേറ്റർ P2ൻ്റെ ഇതെന്താണ്? എ ആണ് ഓപ്ഷൻ. ഇനി എന്താണ്? സാധാരണ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് ഡേറ്റാബേസിന് ഡേറ്റ എടുക്കണമെങ്കിൽ ഏത് ലാംഗ്വേജാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലോജിക്കൽ സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം ഡേറ്റാബേസ്, എൻ്റെ ഡേറ്റാബേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോജിക്കൽ സ്കീമ എന്ന് പറയുന്നത്. റിലേറ്റഡ് ഫീൽഡ്സ് ഇൻ ദ ഡേറ്റാബേസ് ആർ ഗ്രൂപ്പ് ടു ഫോം എന്താണ്? ഡേറ്റ റെക്കോർഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഡേറ്റാബേസ് എൻവയൺമെൻറ്റ് ഹാസ് ഓൾ ഓഫ് ദ ഫോളോയിങ് കമ്പോണൻറ്റ് എക്സെപ്റ്റ് എന്താണ്? യൂസർ ഒഴിച്ച് ബാക്കിയെല്ലാം ഡേറ്റാബേസിൻ്റെ കമ്പോണൻസ് ആണ്. ഇനി അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ ഞങ്ങൾ അടിച്ചു പോയെന്ന് തോന്നണം അല്ലേ? അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും നല്ല മനസ്സിലിരിപ്പുണ്ടല്ലോ. The language which has recently become de facto standard for interfacing application program in relational database SQL അല്ലേ? Structured query language. Structured query language ആണ്. ഇനി the way a particular application view in the data from the database that application user is a subschema. അതാണ് the way a particular application views the data from the database that application uses is a subschema. In ER diagram, an entity set is represented as rectangle. ER diagram ഓർത്തുകൊണ്ട് പോവുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡയഗ്രത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് മറക്കാതെ പോവുക. ഡയഗ്രാംസ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജസ്. ഓക്കെ. ഇനി അടുത്തത് എ റിപ്പോർട്ട് ജനറേറ്റർ ഈസ് യൂസ്ഡ് ടു പ്രിൻറ്റ് ഫയൽസ് ഓൺ പേപ്പർ. ഇതാണ് റിപ്പോർട്ട് അല്ലേ? റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഓർക്കുന്നത് പേപ്പറിലേക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the property of a database. ഡേറ്റാബേസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അപ്പോൾ ഡേറ്റാബേസിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? It is an integrated collection of logically related records. കറക്റ്റ് ആണ് അല്ലേ? It is consolidated separate files into a common pool of data records ആണ്. Data stored in the database is independent of the application program using it. അത് തന്നെയാണ് അല്ലേ? ഏതെങ്കിലും ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണോ? അല്ല, നമുക്ക് ഏത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് ഡേറ്റാബേസിലെ ഡേറ്റാസ് അക്സസ് ചെയ്യാം അല്ലേ? പിന്നെ ഇതിൽ കുറേ ഫയൽസ് ഡേറ്റ റെക്കോർഡ്സ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. എന്താണ് ഇത്? എന്താണ്? ലോജിക്കലി റിലേറ്റഡ് റെക്കോർഡ്സ് ആണ് നമ്മൾ ഡേറ്റാബേസിൽ യൂസ് ചെയ്തത് അല്ലേ? ഇനി ഡേറ്റാബേസ് ലാംഗ്വേജ് കമ്പോണൻസ് വിച്ച് ക്യാൻ ബി എംബഡഡ് ഇൻ എ പ്രോഗ്രാം. എന്തൊക്കെ കമ്പോണൻസ് നമുക്ക് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാം? ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഡേറ്റാബേസിൻ്റെ ഏത് കമ്പോണൻ്റ് ആണ്? ഡേറ്റ മാനിപ്പുലേഷൻ അല്ലേ ഇൻക്ലൂഡ് ചെയ്യുന്ന? ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ പറ്റത്തില്ല. അപ്പോൾ DML ആണ് നമ്മളൊരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തത്. റിലേഷണൽ ഡേറ്റാബേസ് ഡെവലപ്പേഴ്സ് റെഫേഴ്സ് ടു എ റെക്കോർഡ് ആസ് ടപ്പിൾ അല്ലേ? റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ ഒരു റെക്കോർഡ് എന്താണ്? ഒരു ടപ്പിളാണ്. പിന്നെ റിലേഷണൽ മോഡൽ feature is that there is much more data independence than some other data models. Data independence ആണ് റിലേഷണൽ ഡേറ്റ മോഡലിൻ്റെ ഫീച്ചർ. Conceptual designs involves modeling independent of DBMS. Option 3C involves modeling independence of DBMS. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, the method in which records are physically stored in a specified order according to the key field in each
റെക്കോർഡ് ഈസ് ആൻസർ ഹാഷ് അല്ലേ. അതായത് ഒരു കീ പെയർ വാല്യൂവിൽ റെക്കോർഡ്സ് സെലക്ട് ചെയ്യുന്നതിനാണ് ഹാഷ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത റിവിഷനിലോട്ട് പോവാം. അല്ലേ, the language which is recently become de facto of standard interfacing application program is SQL. The way of particular view of data from the database that application uses is എന്താണ് സബ്സ്കീമ. ഈ ആർ ഡയഗ്രത്തിൽ എൻറ്റിറ്റി സെറ്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ ആയിട്ട്, വേറൊരു ആട്രിബ്യൂട്ട് എങ്ങനെയാണ് എലിപ്സ്. അപ്പോൾ ഈ ആർ ഡയഗ്രത്തിൽ 2 ക്വസ്റ്റ്യൻസ് ആയി. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ആർ ഡയഗ്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ റിപ്പോർട്ട് ജനറേറ്റർ എന്തിനാണ് ഫയൽസ് പ്രിൻ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ദ പ്രോപ്പർട്ടി ഓഫ് ഡേറ്റാബേസ് എന്താണ് ഇതൊരു ലോജിക്കലി റിലേറ്റഡ് റെക്കോർഡ്സ് ആണ് ഇതിലുള്ളത്. പിന്നെ എന്താണ് സെപ്പറേറ്റ് ഫയൽസിൻ്റെ ഒരു കോമൺ പൂളാണ് ഡേറ്റ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ. ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസിങ് ഇറ്റ് അല്ലേ. അങ്ങനെ ഡേറ്റാബേസ് ലാംഗ്വേജിൻ്റെ ഏത് കമ്പോണൻ്റ് ആണ് നമ്മളൊരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്? ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി റിലേഷണൽ ഡേറ്റാബേസ് ഡെവലപ്പേഴ്സിൻ്റെ റെക്കോർഡിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ ടപ്പിൾ എന്ന് പറയുന്നു. പിന്നെ റിലേഷണൽ മോഡൽ ഫീച്ചർ ഈസ് ദാറ്റ് ദർ ഈസ് മച്ച് മോർ ഡേറ്റ ഇൻഡിപെൻഡൻസ് ദാൻ സം അതർ മോഡൽസ്. കൺസെപ്ച്വൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇൻവോൾവ്സ് മോഡലിംഗ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡേറ്റാബേസ്. The method in which records are physically stored in a specified order according to a key hash method ആണ് അല്ലേ. ഇനി അതായത് ഹാഷ് മെത്തേഡിൽ എന്താണ് അക്കോർഡിംഗ് ടു എ കീ ഫീൽഡ് ഹാഷ് മെത്തേഡ് എന്ന് പറയുന്നു. ഹാഷിംഗ് ഫങ്ഷനാണ് നമ്മളതിൽ പെർഫോം ചെയ്യുന്നത്. അതായത് യൂണിക് ഫിസിക്കൽ അഡ്രസ്സ് നമുക്കതിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി എ സബ് സ്കീമ എക്സ്പ്രസസ് എന്താണ്? A subschema expresses the external view. External schema are called subschemas. Ini next question, count function in SQL returns the number of. The count function in SQL returns the number of values. Valuesന്റെ number തന്നെയാണ് count function return ചെയ്യുന്നത്. അടുത്ത question 33ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്? ഏതാണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ നമുക്ക് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കേണ്ട. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഡേറ്റ ഡിക്ഷണറി ഈസ് നോർമലി മെയിൻറ്റെയിൻഡ് ബൈ ദ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ് ഡേറ്റ ഡിക്ഷണറീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദ ഡേറ്റ ഡിക്ഷണറി കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ഈച്ച് ഡേറ്റ എലമെൻറ്റ്. The data dictionary is a tool used exclusively by data administrator. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, an advantage of database management approach is എന്താണ്? Data integrated and can be accessed by multiple programs അല്ലേ. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് ഡേറ്റ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കുറേ ഏത് പ്രോഗ്രാംസിൽ നമുക്ക് യൂസ് ചെയ്തൂടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡേറ്റാബേസ് DBMS ക്വറി ലാംഗ്വേജ് ഈസ് ഡിസൈൻ ടു. എന്തിനൊക്കെയാണ്? എൻ്റെ യൂസറിനെ സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ഇംഗ്ലീഷിലേക്ക് കമാൻഡ്സ് ഉപയോഗിക്കാം. സപ്പോർട്ട് ഡെവലപ്പേഴ്സ് ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ്, സ്പെസിഫൈ സ്ട്രക്ചർ ഓഫ് ഡേറ്റാബേസ്, ഇതെല്ലാം ഉണ്ട് അല്ലേ. ഓൾ ഓഫ് ദി അബോവ്. ഇനി അടുത്തത്, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എവറിത്തിങ് ബിലോ എക്സെപ്റ്റ് കൺഫർമേഷൻ ആൻഡ് ആക്ഷൻ ഓർ ട്രിഗറിങ് ദ റെസ്പോൺസ്. എന്തൊക്കെയുണ്ട് ട്രാൻസാക്ഷനിൽ? പ്രൊഡ്യൂസിങ് ഡീറ്റെയിൽസ്, സമ്മറി ഓർ എക്സെപ്ഷൻ റിപ്പോർട്ട്സ്, റെക്കോർഡിംഗ് എ ബിസിനസ് ആക്ടിവിറ്റി, മെയിൻറ്റെയിനിങ് ഡേറ്റ. ഇനി അടുത്തത്, ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിഫൈൻ എ സ്കീമ കംപ്ലീറ്റ്ലി യൂസിങ് DDLും DMLും ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജും ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്കീമ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദ മെത്തേഡ് ടു ആക്സസ് which uses key transformation is known as hash അല്ലേ. hash method. Data independence means, data independence എന്ന് വെച്ചാൽ എന്താണ്? Programs are not depends on the physical attributes of data.
പ്രോഗ്രാംസ് ആർ നോട്ട് ഡിപ്പെൻസ് ഓൺ ദ ലോജിക്കൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ഡേറ്റ. പ്രോഗ്രാംസ് ഡേറ്റയുടെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിനെയോ ലോജിക്കൽ ആട്രിബ്യൂട്ട്സിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഡേറ്റ ഇൻഡിപെൻഡൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റേറ്റ്മെന്റ് ഇൻ SQL വിച്ച് അലോസ് ടു ചേഞ്ച് ദ ഡെഫിനിഷൻ ഓഫ് എ ടേബിൾ ഈസ് ഓൾട്ടർ അല്ലേ, ഓൾട്ടർ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ 40 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്, 60ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിപ്പോൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് എന്തൊക്കെയാണ്, മോഡൽ ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. അപ്പോൾ ഇത്രയും കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് കുറേ ഇതൊക്കെ നമുക്ക് മറന്നുപോയതൊക്കെ ഓർമ്മ വന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ചതിൽ നിന്നൊക്കെ കുറച്ച് ഓർമ്മയൊക്കെ വരുന്നില്ലേ. മോഡൽ പഠിച്ചു, SQL പഠിച്ചു. അപ്പം അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഓർമ്മകൾ നിങ്ങൾക്ക് വന്നു എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യം കൂടി കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഓർമ്മ വരും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോയാൽ തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് അല്ലേ. അപ്പം ഈ ഡേറ്റാബേസിൻ്റെ ഇനിയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ UGC നെറ്റിനൊക്കെ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും വീഡിയോസ് ഇടാനായിട്ടുള്ള എനിക്കൊരു ഇൻട്രസ്റ്റ് വരും. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.